അപ്പോൾ വിദ്യാർത്ഥികളെ, നമ്മൾ 10th കെമിസ്ട്രിയുടെ 2 വീഡിയോസ് കഴിഞ്ഞു, 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇതിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ്, മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചെന്താണ്? ഹൗ ടു റൈറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? ഒരു മൂലകം, ഒരു എലമെൻറ്റ് തന്നാൽ ആ എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക? ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ. പിന്നെ ഇതാ നമ്മൾ ഈ 3rd വീഡിയോയിൽ നമ്മൾ അതേ കാര്യം തന്നെയാണ് പഠിക്കുന്നത്. ഷോർട്ട് മെത്തേഡ്, ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ ഇപ്പോൾ വലിയ എലമെൻറ്റൊക്കെ തന്നു, മീൻസ് വലിയ അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റൊക്കെ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി 1s2 2s2 2p6 3s2 3p6 4s2 3d10 ഇങ്ങനെ പോകുന്നതിന് പകരം നമുക്ക് എങ്ങനെയാണ് ഷോർട്ടാക്കിയിട്ട് ചെറുതാക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതുക? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കുന്ന ഒരു കാര്യം. പിന്നെ കുറച്ച് ബാക്കി ഡീറ്റെയിൽസ് കൂടി പറയാം. നോക്കി, ഷോർട്ട് മെത്തേഡാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഷോർട്ട് മെത്തേഡ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന ഷോർട്ട് മെത്തേഡാണ് നമ്മൾ പറയുന്നത്. ഷോർട്ട് മെത്തേഡ്, ഷോർട്ട് മെത്തേഡ് എഴുതാൻ സഹായിക്കുന്നത് ബൈ യൂസിങ് നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസ്, നോബിൾ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷോർട്ട് മെത്തേഡ് കോൺഫിഗറേഷൻസ് എഴുതുക. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 18, ഗ്രൂപ്പ് 18, മലയാളത്തിലാണെങ്കിൽ അലസവാതകങ്ങൾ എന്ന് പറയുന്നവർ, അവരുപയോഗിച്ചിട്ടാണ് ഈ കോൺഫിഗറേഷൻസ് എഴുതുക. അവർക്കൊരു പ്രത്യേകതയുണ്ട്. നോബിൾ ഗ്യാസിന് പ്രത്യേകത എന്താണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ഈ മൂന്നെണ്ണം നമുക്ക് വേണ്ടു. ഹീലിയം, നിയോൺ, ആർഗൺ, ഈ മൂന്നെണ്ണം വേണ്ടു. നോബിൾ ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണ്? അവർ ഓൾറെഡി എന്താണ്? സ്റ്റേബിൾ ആണ്. ഇലക്ട്രോൺസ് എന്താണ്? ഫുൾ ഫിൽഡ് ആണ്. ഈ സബ്ഷെല്ലുകളിലെല്ലാം ഫുൾ ഫിൽഡ് ആണ്. നോബിൾ ഗ്യാസുകൾ ഇലക്ട്രോണിന് കൊടുക്കില്ല, ഇലക്ട്രോണിനെ വാങ്ങില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിയാൽ ഹീലിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്ത് നമ്മൾ ഹീലിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ പറയുക? 1s2, 1s2. നിയോൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ പറയുക? അറ്റോമിക് നമ്പർ 2 ആണ്, ഇത് 10 ആണെന്നറിയാം. 1s2 2s2 2p6 നിയോൺ. ആർഗൺ അറ്റോമിക് നമ്പർ 18, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും 1s2 2s2 2p6 3s2 3p6. ഈ കോൺഫിഗറേഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ, ഇപ്പോൾ എസ് എന്ന് പറയുന്ന സബ്ഷെൽ അത് ഫുൾ ഫിൽഡ് ആണ്. എസും പിയും അതെല്ലാം ഫുൾ ഫിൽഡ് ആണ്, മുഴുവനും നിറഞ്ഞു. ഇത് എസ് പി എല്ലാം ഫുൾ ഫിൽഡ് ആണ്. നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസിൽ ഇവർക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അതെപ്പോഴും ഫിക്സഡ് ആണ്, ഒരു മാറ്റവും ഉണ്ടാകില്ല. ഇനി ഇവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കോൺഫിഗറേഷൻസ് എഴുതുക. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം പൊതുവേ ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഹയർ അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റിൻ്റെ കേസിലാണ് നോബിൾ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതുക. ഫോർ എക്സാമ്പിൾ, സോഡിയം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് തന്നു. സോഡിയം Na, അറ്റോമിക് നമ്പർ 11. അതെന്താണ് നമ്മൾ എഴുതുക? നോർമലി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതാൻ പറഞ്ഞാൽ 1s2 2s2 2p6 3s1 എന്നാണ് നമ്മൾ നോർമലി എഴുതുക. 3s1. നിങ്ങൾ നോക്കി ഇത് ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? ഷോർട്ട് മെത്തേഡ് ആയിട്ട് എങ്ങനെ നോക്കിയതാ? 1s2 2s2 2p6 അത് ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്? 1s2 2s2 2p6 ആരുടേതാ? ആ നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഷോർട്ട് ആക്കി ഇതാ, ഇത് മൊത്തം എഴുതണമെന്നില്ല, പകരം ഇവിടെ നിയോൺ എന്ന് എഴുതാം. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം, നിയോൺ എന്ന് എഴുതുക, 3s1 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നിയോൺ എന്ന് എഴുതുക, 3s1 എന്ന് എഴുതിയാൽ മതി. അപ്പം വളരെ ചുരുങ്ങിയിട്ടായല്ലോ. എങ്കിലും വലിയ വലിയ എലമെൻ്റ് ആകുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റും? വലിയ അറ്റോമിക് നമ്പറുള്ള എലമെൻ്റ് ആകുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് കോൺഫിഗറേഷൻസ് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇത് നിങ്ങൾ നോക്കണേ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോ. അയേൺ എന്ന് പറയുന്നൊരു എലമെൻ്റ്, അയേൺ അറ്റോമിക് നമ്പർ സ്കൂട്ടി ഫീക്കോ 26 അറ്റോമിക് നമ്പർ. 26 നമ്മൾ നോർമലി ഇങ്ങനെ എഴുതി. 26 ആകുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d ഇലക്ട്രോൺ വരാനുണ്ട്. 4s2 3d6 ഇങ്ങനെയാണ് വരിക. ഇതുവരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ അത് ആരുടെ കോൺഫിഗറേഷനാണ്? ആർഗണിൻ്റെ കോൺഫിഗറേഷനാണ്. അപ്പോൾ നമുക്കിതാ അയേണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ
എന്ത് ചെയ്താൽ മതി? ആർഗൺ എന്ന് എഴുതുക. 3Dയിൽ എന്തുണ്ട്? 6 ഉണ്ട്. 4sൽ എന്തുണ്ട്? 2 ഉണ്ട്. ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ ഏതൊരു എലമെൻറ്റിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്താക്കാം? നോബൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് വളരെ ചുരുക്കി എഴുതാൻ വേണ്ടി പറ്റും. ഇനി മറ്റ് 1-2 എലമെൻറ്റ്സ് കൂടി നോക്കാം. 1-2 എലമെൻറ്റ് കൂടി നോക്കാം. ഫോർ എക്സാമ്പിൾ ക്രോമിയം ക്രോമിയം ഇന്ന് നമ്മൾ പറഞ്ഞതാണ്. ക്രോമിയത്തിനും കോപ്പറിനും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസിൽ ചെറിയ ചേഞ്ച് ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ വീഡിയോയിൽ, സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. ക്രോമിയത്തിൻ്റെ നമ്പർ എത്രയാണ്? 24. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 3d, 4s1, 3d5, 4s1, 3d5 എന്നാണ് വരിക. നമുക്കറിയാം ഇതുവരെയുള്ള കോൺഫിഗറേഷൻ ആരുടേതാ? ആർഗണിൻ്റെതാണ്. ഇത് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ എഴുതാം? ആർഗൺ 3d5 4s1 ഇതായിരിക്കും എൻ്റെ ആൻസർ. ഇങ്ങനെയാണ് നമുക്ക് ഷോർട്ട് മെത്തേഡിൽ എന്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതുന്നത്. എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്ന ഈ കാര്യങ്ങൾ ചെറുതാക്കിയിട്ട് എങ്ങനെയാണ് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ അതാണ് നമ്മളിത് പഠിച്ച കാര്യം. ഇനി നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ കണ്ടു, ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ കേട്ടു. നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും, മാഷ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക? ഇതുവരെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് പറഞ്ഞിട്ടല്ലോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പഠിച്ചു, സബ്ഷെൽ എന്താണെന്ന് പഠിച്ചു, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ടാക്കിയിട്ട് എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇതാ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി. എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ആ എക്സിൻ്റെ കോൺഫിഗറേഷൻ തന്നു നിങ്ങൾക്ക്. 1s2, 2s2, 2p6, 3s1 ഇത് തന്നു. ഇവിടെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. 1, ഹൗ മെനി ഷെൽസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ്? ഇതിൽ എത്ര ഷെൽ ഉണ്ട്? നമുക്കറിയാം ഇതേതാ ഷെല്ല്? കെ. ഇതോ എൽ. ഇതോ എം. എത്ര ഷെല്ലുണ്ട്? 3. 3 ഈസ് ദ ആൻസർ. എൽ. അടുത്ത ഇവിടെ എന്തായിരിക്കും? വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് എക്സ്? എക്സിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നോക്കിയതാ അറ്റോമിക് നമ്പർ എങ്ങനെ നോക്കാം? ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് നോക്കാം. നമുക്കറിയാം 6ഉം 2 8ഉം 2 10ഉം 11. അറ്റോമിക് നമ്പർ 11 ആയിരിക്കും. ഈ എക്സിൽ ലാസ്റ്റ് എൻ്റർ ചെയ്ത അല്ലെങ്കിൽ ലാസ്റ്റ് കയറിയ ഇലക്ട്രോൺ കയറിയത് ഏത് സബ്ഷെല്ലിലാണ്? അപ്പോൾ നമുക്ക് ആൻസർ എന്താ പറയുക? എസ് സബ്ഷെല്ലിലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ബേസ് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കി വെച്ചു. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് പോകാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് പഠിച്ചു? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എല്ലാവരും ക്ലിയറായി പഠിച്ചു. ഞാൻ ഇന്നത്തെ വീഡിയോയോട് കൂടി ഞാൻ എനിക്ക് എൻ്റെ നോട്ട്സ് അയക്കുന്നുണ്ട്. ആ നോട്ട്സും കൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്താക്കണം? ചെയ്ത് നോക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അത് നോക്കിയിട്ട് പഠിക്കണം. ഇനി നോക്കിക്കോ, അടുത്ത വിഷയം നോക്കിക്കോ. നമ്മളിത് പഠിക്കാൻ പോകുന്ന മറ്റൊരു ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു പീരിയോഡിക് ടേബിൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ 9ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്താൽ, മോഡേൺ പീരിയോഡിക് ടേബിൾ എടുത്താൽ, ആ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളുണ്ട്. മലയാളം മീഡിയത്തിൽ അങ്ങനെ തന്നെ പറയാം, 4 ബ്ലോക്കുകളുണ്ട് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ. ഏതൊക്കെയാണ് ആ 4 ബ്ലോക്കുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കാം പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ എന്ത് എഴുതാൻ പഠിച്ചു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. ഏത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മളിത് ഏതുമായി കണക്റ്റഡ് ആക്കണം? പീരിയോഡിക് ടേബിളുമായിട്ട് കണക്റ്റഡ് ആക്കണം. അപ്പോൾ അതാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളായി തരംതിരിക്കാം. 4 ബ്ലോക്ക് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ. 4 ബ്ലോക്ക്. 4 ബ്ലോക്കുകളുണ്ട് പീരിയോഡിക് ടേബിൾ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എസ് ബ്ലോക്ക്. സെക്കൻഡ് വൺ പി, സ്മോൾ ലെറ്റർ ആണ്, പി ബ്ലോക്ക്. തേർഡ് വൺ ഡി ബ്ലോക്ക്. ഫോർത്ത് വൺ എഫ് ബ്ലോക്ക്. ഇങ്ങനെ 4 ബ്ലോക്കുകളുണ്ട് ഇതിൽ പീരിയോഡിക് ടേബിൾ. ഏതൊക്കെയാണെന്ന് കൂടി പറഞ്ഞ്, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഇങ്ങനെ 4 ബ്ലോക്ക് ഉണ്ട്. ഇനി എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിനെ ബ്ലോക്കുകളായി തരംതിരിച്ച് നോക്കാം? ആദ്യം തന്നെ മനസ്സിലാക്കാം,
ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടാണ് കാര്യം. ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ ആ എലമെൻ്റ് എസ് ബ്ലോക്കിലായിരിക്കും. ഇനി ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് പി സബ്ഷെല്ലിലാണെങ്കിൽ അത് പി ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും. ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് ഡി സബ്ഷെല്ലിലാണെങ്കിൽ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നതെങ്കിൽ ആ എലമെൻ്റ് ഡി ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും. ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് എഫ് സബ്ഷെല്ലിലാണെങ്കിൽ ആ എലമെൻ്റ് എഫ് ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണോ ഏത് സബ്ഷെല്ലിലാണോ കയറുന്നത്, ഏറ്റവും അവസാനം കയറുന്നത് ഏത് സബ്ഷെല്ലിലാണോ ആ സബ്ഷെല്ലിൻ്റെ പേരാണ് ബ്ലോക്കിൻ്റെ പേര്. എസ്സിൽ അവസാനം കയറിയാൽ എസ് ബ്ലോക്ക്, പിയിൽ അവസാനം കയറിയാൽ പി ബ്ലോക്ക്, ഡിയിൽ അവസാനം കയറിയാൽ ഡി ബ്ലോക്ക്, എഫിൽ അവസാനം കയറിയാൽ എഫ് ബ്ലോക്ക്. ഇങ്ങനെ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കായി തരംതിരിച്ചിട്ടുണ്ട്. ഇതാദ്യം മനസ്സിലാക്കി വെച്ചു. നമുക്ക് തുടങ്ങാം. ഞാൻ 4 ബ്ലോക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നു, ചാപ്റ്റർ തീർന്നു. ഇത്രയും ചാപ്റ്റർ പഠിക്കാനുള്ളൂ. ഈ 4 ബ്ലോക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. ഇതോടെ കഴിഞ്ഞ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കെമിസ്ട്രിക്ക് മാർക്ക് സ്കോർ ചെയ്യാം. നോക്കുക, 4 ബ്ലോക്കിൽ ആദ്യം ഫസ്റ്റ് ബ്ലോക്ക് എസ് ബ്ലോക്ക്. ആരും തന്നെ മനസ്സിലാക്കിയോ? പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം 18 ഗ്രൂപ്പ്സ് ഉണ്ട്, 18 ഗ്രൂപ്പ്സ് ഉണ്ട്, 18 ഈ 18 ഗ്രൂപ്പിൽ ഗ്രൂപ്പ് 1 ആൻഡ് 2, ഗ്രൂപ്പ് 1ഉം 2ഉം അവരാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടാം. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പെട്ടാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതിൻ്റെയൊക്കെ കോൺഫിഗറേഷൻ ചെയ്ത് നോക്കി. ഇത് ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഇതിൻ്റെ നമ്പർ 3 ആണ്, ഇതിൻ്റെ നമ്പർ 11 ആണ്, ഇതിൻ്റെ നമ്പർ 19 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് നോക്കി. ഹീലിയം ആണെങ്കിൽ 1s2 2s1, സോഡിയം ആണെങ്കിലോ 1s2 2s2 2p6 3s1, പൊട്ടാസ്യം ആണെങ്കിലോ 1s2 2s2 2p6 3s2 3p6. 18 3p6. 3D ഇലക്ട്രോൺ വരാനില്ല, പിന്നെ 1 ബാക്കിയുണ്ട്, അതവിടെ കയറി 4s1. 3Dയിൽ വരാനില്ലല്ലോ, 4s1. ഓക്കെ, ഇതിൽ അവസാനിച്ചതില്ല എസ്സിലാണ് അവസാനിച്ചത്. ഇതും അവസാനിച്ചതാ എസ്സിൽ, ഇതും അവസാനിച്ചതാ എസ്സിൽ. അപ്പോൾ ഇവരൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കാം. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി അടുത്ത ഒരാളെ കൂടി ഞാൻ എഴുതാം. ബെറിലിയം അറ്റോമിക് നമ്പർ 4. മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. ബെറിലിയം എഴുതുന്നത് വരാം 1s2 2s2 ഇങ്ങനെ വരാം. മെഗ്നീഷ്യം എഴുതിയാലോ 1s2 2s2 2p6 3s2 എന്ന് വരും. 12 3s2. ഇത് അവസാനിച്ചതില്ല എസ്സിൽ, ഇതും അവസാനിച്ചതാ എസ്സിൽ. അപ്പം ബെറിലിയത്തെയും മെഗ്നീഷ്യത്തെയും നമുക്ക് എന്ത് വിളിക്കാം, എസ് ബ്ലോക്ക് എലമെൻസുകൾ എന്ന് വിളിക്കാം. അപ്പം എസ്സിൽ അവസാനിക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കാം, എസ് ബ്ലോക്ക് എലമെൻസുകൾ, എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിവിടെ ശ്രദ്ധിച്ചോന്ന് അറിയാം നിങ്ങൾ, ഈ 3 എണ്ണം എസ്സിലാണ് അവസാനിച്ചത്. ആ എസ്സിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാ, 1. എസ്സിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1. ഈ 2 എണ്ണം, ഈ ബെറിലിയം മെഗ്നീഷ്യം, ഈ 2 എണ്ണം എസ്സിലാണ് അവസാനിച്ചതെങ്കിലും എസ്സിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാ, 2 ആണ്. അപ്പം നിങ്ങൾക്കതാ ഗ്രൂപ്പിൻ്റെ നമ്പറും അതും തമ്മിൽ ബന്ധമുണ്ട്. ഇത് ഫസ്റ്റ് ഗ്രൂപ്പാണ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് എസ് ബ്ലോക്കാണ്. ഇവരൊക്കെ എസ് ബ്ലോക്കാണ്. ഗ്രൂപ്പ് നമ്പറുമായി ബന്ധമുണ്ടല്ലോ. എസ്സിൽ 1ൽ അവസാനിച്ചാൽ, എസ്സിൽ 1ലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പാണ്. എസ്സിൽ 2ലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പാണ്. അത് മനസ്സിലായില്ലേ നിങ്ങൾ? ഞാനൊന്നുകൂടി പറഞ്ഞുതരാം. ഒരു കാര്യം കൂടി പറയാം. പീരീഡ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? പീരീഡ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പീരീഡ് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ്
ഷെല്ലിൻ്റെ എണ്ണവും പീരീഡിൻ്റെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ട്. ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അതിൽ എത്ര ഷെൽസ് ഉണ്ടോ അത് തന്നെയാണ് അതിൻ്റെ പീരീഡ് നമ്പർ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം. കുറച്ചും കൂടി കാര്യം മനസ്സിലാവും. എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിക്കും, നമ്മുടെ ക്ലാസ് അവസാനിക്കും. ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ് പറയാം. എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഈ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിന് അറ്റോമിക് നമ്പർ 11 ആണ്. അറ്റോമിക് നമ്പർ 11. താഴെ പറയുന്ന കാര്യങ്ങൾ ഫൈൻഡ് ദ ഫോളോവിങ്. താഴെ പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ ബി, സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ബ്ലോക്ക്, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഉണ്ടായ ഡൗട്ട്, ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഇങ്ങനെയാണ് ചോദ്യം വരിക, എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരിക. ഫൈൻഡ് ദ ബ്ലോക്ക് കണ്ടുപിടിക്കണം. അടുത്തത് ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. അടുത്തത് പീരീഡ് കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ഇതാണ് എക്സ്. എക്സ് എന്ന് പറയുന്ന സിമ്പിൾ ഈസ് നോട്ട് റിയൽ. എക്സ് എന്ന് പറഞ്ഞ ആളൊന്നുമില്ല പീരിയോഡിക് ടേബിളിൽ. സിമ്പിൾ ഈസ് നോട്ട് റിയൽ. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം, ആൻസറിലേക്ക് കടക്കാം. ആദ്യം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എങ്ങനെ എഴുതാം. അറ്റോമിക് നമ്പർ കിട്ടിയല്ലോ, എളുപ്പത്തിൽ എഴുതാം. 1s2 2s2 2p6 3s1. അതാണ് അവസാനിക്കുന്നത്. അതിൽ 6 2 8 2 10 11. ബ്ലോക്ക് നോക്കി ഏതിലാണ് അവസാനിച്ചത്, എസിലാണ് അവസാനിച്ചത്. ഏതാ ബ്ലോക്ക്, എസ് ബ്ലോക്ക്. പീരിയോഡിക് ടേബിൾ 4 ബ്ലോക്ക് ഉണ്ട്, എസ് പി ഡി എഫ്. ഇതേതാ ബ്ലോക്ക്, എസ് ബ്ലോക്ക് എന്ന് കിട്ടി. ഇനി ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എസ്സിൽ ഏതിലാണ് അവസാനിച്ചത്, S1 അവസാനിച്ചതെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാ, 1 ആണ് ഗ്രൂപ്പ് നമ്പർ. ഇനി പീരീഡ് നോക്കിയത് എത്ര ഷെല്ലുണ്ട്. ഇതേതാ ഷെല്ല്, കെ ഷെൽ. ഇതോ എൽ ഷെൽ. ഇതോ എം ഷെൽ. അല്ലെ, 1 എന്ന് പറഞ്ഞാൽ കെ, 2 എന്ന് പറഞ്ഞാൽ എൽ, 3 എന്ന് പറഞ്ഞാൽ എം. 3 ഷെല്ലുണ്ട്. പീരീഡ് നമ്പർ എത്രയാ, 3. ആൻസർ കിട്ടിയില്ലേ. ഏതൊക്കെ കിട്ടി, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു, ബ്ലോക്ക് പഠിച്ചു, ഗ്രൂപ്പ് പഠിച്ചു, പീരീഡ് കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതാം. സപ്പോസ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ എലമെന്റ് തന്നു, എക്സ് എലമെന്റ് തന്നു, അറ്റോമിക് നമ്പർ ഒരു 12. ഇതേ കാര്യങ്ങൾ കാണാൻ പറഞ്ഞു. നമുക്ക് എന്താ ചെയ്യാം, കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 അതിലെ കോൺഫിഗറേഷൻ. ബ്ലോക്ക് നോക്കിയേ ഏതിൽ അവസാനിച്ചത്, എസിൽ അവസാനിച്ചാൽ എസ് ബ്ലോക്ക്. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. എത്ര അവസാനിച്ച, 2 അവസാനിക്കുക, 2. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 2. പീരീഡ് കണ്ടുപിടിക്കണം. പീരീഡ് നമ്പർ ഓഫ് ഷെൽ ആണെന്ന് അറിയാം. പീരീഡിൻ്റെ നമ്പറും ഷെൽ നമ്പറും സെയിം ആയിരിക്കും. ഇതേതാ, കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ. 1 എന്ന് പറഞ്ഞാൽ കെ, 2 എന്ന് പറഞ്ഞാൽ എൽ, 3 എന്ന് പറഞ്ഞാൽ എം. അപ്പോൾ പീരീഡ് എത്ര, 3. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പഠിച്ചെന്താണ്, പീരീഡ് മെയിൻലി പഠിച്ച നമ്മൾ 2 കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ഷോർട്ട് മെത്തേഡിൽ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നോബൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഷോർട്ട് ആക്കിയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതുക. രണ്ടാമത്തെ കാര്യം, പീരിയോഡിക് ടേബിൾ 4 ബ്ലോക്ക് ഉണ്ട്, എസ് പി ഡി എഫ്. എസിൽ അവസാനിച്ചാൽ എസ് ബ്ലോക്ക്, പിയിൽ അവസാനിച്ചാൽ പി ബ്ലോക്ക്, ഡിയിൽ അവസാനിച്ചാൽ ഡി ബ്ലോക്ക്, എഫിൽ അവസാനിച്ചാൽ എഫ് ബ്ലോക്ക്. പിന്നെ എസ് ബ്ലോക്കിലേക്ക് നമ്മൾ കടന്നു. എസ് ബ്ലോക്കിലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്ന് കോൺഫിഗറേഷൻ ഏതാ ചോദിക്കും, ബ്ലോക്ക് ഏതാണെന്ന് ചോദിക്കും, ഗ്രൂപ്പ് ചോദിക്കും, പീരീഡ് ചോദിക്കും. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണാൻ എളുപ്പമാണ്. എസ്സിൽ അവസാനിക്കുന്ന നമ്പർ എത്രയാണ് നോക്കിയാൽ മതി. എസ്സിൽ 2 അവസാനിച്ചാൽ അത് തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി എസ് 1 അവസാനിച്ചെങ്കിൽ 1 ഗ്രൂപ്പ് നമ്പർ. പീരീഡ് നമ്പർ കാണാൻ പറഞ്ഞു, ഷെല്ലിൻ്റെ എണ്ണം നോക്കാം. പിന്നെ എത്ര ക്ലാസ് കഴിഞ്ഞു, നോട്ട്സ് ഇപ്പം തന്നെ അയച്ചു തരും. കാര്യങ്ങൾ പഠിക്കുക, ക്ലിയർ ആവുക, എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബാക്കി കാര്യങ്ങൾ അന്നേരം പറയാം. ഓക്കെ, ബൈ.